യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനത്തിന് 137 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുകയാണ്. പ്രാണനാഥ മേഘത്തിൽ വന്നിടുവാൻ വരവിന് താമസമുണ്ടോ? യേശുവേ പ്രാണനാഥ മേഘത്തിൽ വന്നിടുവാൻ വരവിന് താമസമുണ്ടോ? നിന്റെ വാനദൂതർ ഗണത്തോടെ മധ്യവാനിയിലെഴുന്നള്ള കാലങ്ങൾ. നാം ഈ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ഫലത്തെ 3 തരംതിരിച്ചിട്ട് അതിൻ്റെ അവസാനത്തെ 3 കാര്യങ്ങൾ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. ആത്മാവിൻ്റെ ഫലത്തിൻ്റെ 3-ാം ഭാഗം: 1 വിശ്വസ്തത, 2 സൗമ്യത, 3 ഇന്ദ്രിയം. നമ്മുടെ ജീവിതത്തിലെ ഇത് സൂക്ഷിക്കണം. ഏതു കാര്യത്തിലും നമ്മൾ വിശ്വസ്തരാണോ, സൗമ്യതയുള്ളവരാണോ, ഇന്ദ്രിയമുള്ളവരാണോ, നമ്മൾ ഇതിനെ പരിപാലിക്കണം. എന്നിവ സ്വന്തം ആന്തരിക വ്യക്തിത്വമായി, സ്വന്തം ആത്മാവുമായി ബന്ധപ്പെട്ടവയത്രേ. അവ മൂലം സ്വന്തം മനസാക്ഷിയോടെ നീതി പുലർത്താൻ കഴിയുന്നു. നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ലഭിച്ചിരിക്കുന്ന കൃപകളെ ഈ പറയപ്പെട്ട ഫലം കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് പരിപാലിച്ച് നീതി പുലർത്തണം എന്നാണ് ഇതിനകത്ത് ഏറ്റവും അതിപ്രധാനമായ കാര്യം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു വരവുമില്ലെങ്കിലും നമുക്ക് ഫലം ആവശ്യമാണ്. ഏറ്റവും പ്രധാനം ഫലമാണ്. ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഒരിക്കലൊരു വൃക്ഷത്തെ, ഫലമില്ലാത്ത ഒരു വൃക്ഷത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. ഫലമാണ് ഏറ്റവും പ്രധാനം. കൊലോസ്യ ലേഖനം 1:10 പറയുന്നത് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. നമ്മൾ ഏത് പ്രവൃത്തിയാണോ സൽപ്രവൃത്തിയായിരിക്കണം. ഫലമുണ്ടാകുന്ന സൽപ്രവൃത്തിയായിരിക്കണം. ഫലം ഇല്ലാത്ത സൽപ്രവൃത്തിയാകരുത്. എഫേസ്യ ലേഖനം 5:10 പറയുന്നത് സകല സൽഗുണവും നീതിയും വെളിച്ചത്തിൻ്റെ ഫലം. നമ്മുടെ ഉള്ളിൽ വെളിച്ചം, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവ് എന്നിവ നമ്മുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ, സകല സൽഗുണവും നീതിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു ഗുണമല്ല, സകല സൽഗുണവും. നീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം നീതിമാനായതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നീതി ഏതു സമയത്തുണ്ടെങ്കിൽ പരാജയം നമുക്കുണ്ടാകുകയില്ല. റോമാലേഖനം 6:22 നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. എവിടം വരെയും? നിത്യതയിൽ എത്തിക്കുന്നത് വരെയും. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് നാം ഉദ്ദേശിക്കുന്നത് പോലെ മനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയുടെ അംഗമായി ആരാധനയ്ക്ക് വരുന്നു, ഇതൊക്കെ കാര്യമാണ്. പക്ഷേ നിത്യജീവനിൽ എത്താൻ ഉണ്ടോ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും? നമ്മുടെ കൂടുന്നതായ ചർച്ചിൽ നമ്മുടെ പേരുണ്ടാകാം, കാര്യമൊക്കെ ശരിയാ. പക്ഷെ നിത്യജീവ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എല്ലാ ദിവസവും ചിന്തിക്കേണ്ടതാണ്. നമുക്ക് രക്ഷ സൗജന്യമായി നമ്മുടെ കർത്താവ് തരുന്നു എന്ന് വിചാരിച്ച് സ്വർഗം സൗജന്യമല്ല. അതിന് നമ്മൾ ഈ ഭൂമിയിൽ
ദൈവത്തിന് വേണ്ടി വചനപ്രകാരം ജീവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട നിങ്ങളുടെ സ്വർഗത്തിൽ ഇപ്പൊന്ന് വിചാരിക്കരുതേ. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ളവരെ തേടിയാണ് നമ്മുടെ കർത്താവ് വരുന്നത് എന്നുള്ള കാര്യം എൻ്റെ ഈ ക്ലാസ്സിൽ ഓർപ്പിച്ചുകൊള്ളുന്നു. എബ്രായലേഖനം 13:15 ആദരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. ഒരു വിശ്വാസിക്ക് ഏതു സമയവും തൻ്റെ യാത്രയിലും താൻ ഉറക്കമൊഴിച്ച് ബാക്കി ഏത് സമയങ്ങളിലും നമ്മൾ സ്തോത്രം എന്ന യാഗം അർപ്പിക്കണം. അത് നിസ്സാരമായി കേസ് കേട്ടല്ല. നമുക്കുണ്ടാകുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിശോധനകളിലും നാം ഇടപെടാതെ സ്തോത്രം എന്ന യാഗം അർപ്പിച്ച് നോക്കിക്കേ, നമുക്കൊരിക്കലും പരാജയം ഉണ്ടായില്ല. ഇടവിടാതെ. അത് പൗലോസാ പറയുന്നത്. പൗലോസ് പറഞ്ഞ നിങ്ങളെക്കാൾ എല്ലാവരേക്കാൾ അധികം ഞാൻ അന്യഭാഷ സംസാരിക്കുന്നു പറഞ്ഞ പൗലോസാ പറയുന്നത്. ഇടവിടാതെ. നമ്മളൊന്ന് പഠിച്ചു നോക്കിക്കേ, ഇതൊരു ക്ലാസ്സാണ്. നിങ്ങളൊന്ന് പഠനം ചെയ്ത് നോക്കിക്കേ. ഇടപെടാതെ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് നല്ല അവസരമുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന് 3-ാം അധ്യായം 18-ാമത്തെ വാക്യം, നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നീതി നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോഗമല്ല. അനീതിക്കെതിരെയുള്ള വാക്കാണ് നീതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഗത്ത് എപ്പോഴും നീതി ഉണ്ടെങ്കിൽ അനീതി എന്ന ആയുധം പരാജയപ്പെടുകയുള്ളൂ. നമ്മുടെ ഭാഗത്ത് 1% പോലും അനീതി ഉണ്ടാകരുതേ. നീതി എന്ന സമാധാന ഫലം ദൈവം തമ്പുരാൻ നമുക്ക് തരും. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യം, അതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവരാജ്യം ഭക്ഷണമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ഏറ്റവും പ്രധാന കാര്യം, നാം ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നുണ്ട്, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമത്രേ. ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം വിലയ്ക്ക് വാങ്ങാൻ പറ്റുകയില്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമ്മളും ആർക്കും എടുത്തു കളയാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിന് തുലനം ചെയ്യുവാൻ തക്കവണ്ണം തുല്യമായ ഒന്നും ലോകത്തിലില്ല എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഫലങ്ങൾ ഉണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് വരമുണ്ടോ എന്നല്ല ചിന്തിക്കേണ്ടത്, നമുക്ക് ഈ പറയപ്പെട്ട ഫലമുണ്ടോ? ഈ ഫലമുണ്ടെങ്കിൽ നമുക്ക് നിത്യതയിൽ ഒരുപാട് അനുഗ്രഹം ലഭിക്കും. എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതോടുകൂടി ഈ ആത്മാവിൻ്റെ ഫലത്തിൻ്റെ ക്ലാസ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. തുടർന്ന് മറ്റുള്ള ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ അവസാനമായി പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഉള്ളത്തിൽ നിന്ന് വരുന്നതാണ്. ഭാരതത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ നടപ്പിൽ ഇരിപ്പിലൊക്കെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഭാരതത്തിലുള്ളതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.